കണ്ണൂർ കണ്ണപുരം സ്ഫോടനക്കേസിലെ പ്രതി അനു മാലിക്കിനെ സെപ്റ്റംബർ 12 വരെ റിമാൻഡ് ചെയ്തു. ഓണത്തിന് ശേഷം അനു മാലിക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സാമ്പത്തിക ലക്ഷ്യം മാത്രമാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചതിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിയമങ്ങളൊന്നും പാലിക്കാതെ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും ശേഖരണവും. ഭാഗ്യം കൊണ്ട് മാത്രം വൻ ദുരന്തമൊഴിവായ 2016 പൊടിക്കുണ്ട് സ്ഫോടനം. പിന്നെയും തുടർന്ന കൈവിട്ട കരിമരുന്ന് കളികൾ. ഇത്തവണ പക്ഷേ അനു മാലിക് എന്ന അനൂപ് കുമാറിന്റെ കണക്കുകൂട്ടലുകൾ പാളി. വാടക വീടിന്റെ ഉടമസ്ഥരെയും നാട്ടുകാരെയുമെല്ലാം കബളിപ്പിച്ച് ശേഖരിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഉറ്റ ബന്ധുവായ മുഹമ്മദ് അഷാമിന്റെ ജീവൻ തന്നെ നഷ്ടമായി. നാടെങ്ങും പോലീസ് വലവിരിച്ചതോടെ കർണാടകയിലേക്ക് കടക്കാനായിരുന്നു അനു മാലിക്കിന്റെ ശ്രമം. ഇതിനായി കാഞ്ഞങ്ങാട്ടെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. ഇവിടെ നിന്ന് കാറിൽ കേരളം വിടാനായിരുന്നു പദ്ധതി. അനു മാലിക് ഉപയോഗിച്ചിരുന്ന 4 ഫോണുകളും ട്രേസ് ചെയ്ത പോലീസ് പക്ഷേ ആ പദ്ധതി പൊളിച്ചു. കണ്ണപുരം പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കച്ചവടമായിരുന്നു ലക്ഷ്യമെന്ന് അനു മാലിക് സമ്മതിച്ചു. വരാനിരിക്കുന്ന ഉത്സവകാലത്തേക്ക് വേണ്ടി നേരത്തെ തന്നെ പടക്കം തയ്യാറാക്കുകയായിരുന്നുവെന്നും അനധികൃതമായി അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. വർഷത്തിലേറെയായി ഈ മേഖലയിലുള്ള അനു മാലിക്കിന് കണ്ണൂർ ജില്ലയിലും പുറത്തുമായി നിരവധി ഓർഡറുകൾ ലഭിക്കാറുണ്ട്. വലിയ കച്ചവടം ലക്ഷ്യമിട്ടാണ് അനു മാലിക് നേരത്തെ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നത്. സ്ഥിരമായി അധികകാലം ഒരിടത്ത് തന്നെ തുടരാതിരിക്കുന്നതാണ് ഇയാളുടെ ശീലം. നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളതെങ്കിലും തുടരന്വേഷണം ഗൗരവമായി കാണുകയാണ് പോലീസ്. ന്യൂസ് മലയാളം, കണ്ണൂർ.